എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള മുട്ട ബജ്ജി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി ലൂസും ആവരുത്, വല്ലാതെ തിക്കും ആയി പോകരുത് നമ്മുടെ ബാറ്റർ. ഒരു സെമി തിക്ക് പാകത്തിന് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിന്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 കോഴിമുട്ട ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ചെറിയ സവാള ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ ഒരു കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുക്കിയെടുത്ത് പൊരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചിട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് ആക്കാം. എന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ പീസ് എടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള പീസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിത് ആ ബാറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ബാറ്റർ ഇതേപോലെ കോരി ഒഴിക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇതൊന്ന് ബാറ്റർ ആക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ വൈറ്റ് പോർഷൻ താഴെ വരുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സവാള ഇതേപോലെ വെക്കുമ്പോൾ നമ്മളിത് ബജ്ജി കഴിക്കുന്ന സമയത്ത് നല്ല ക്രഞ്ചിനെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന എല്ലാനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ മുട്ട ബജിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന കുറച്ച് മാവിലേക്ക് ഞാൻ നമ്മുടെ കുറച്ച് അരിഞ്ഞ സവാളയും കൂടി ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്